ഒരു സംസാരത്തിന്റെ ആവശ്യം ഇല്ല. കാരണം പ്രവർത്തനം തുടങ്ങുന്നതേ ഉള്ളൂ. ഞാനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഇന്നലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. ഇനി നിയമസഭയുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. 29-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നിശ്ചയിച്ചിട്ടുണ്ട്. 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിൻ്റെ മേലെയുള്ള നന്ദിപ്രമേയ ചർച്ചയാണ്. തുടർന്ന് അങ്ങോട്ട് പുതിയ ബജറ്റ് സമ്മേളനം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം MLA ഓഫീസ് അടിയന്തരമായും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതുവരെ എൻ്റെ ധാരണ MLA ഓഫീസിന്റെ വാടക സർക്കാർ കൊടുക്കുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭ അന്വേഷിച്ചപ്പോഴാണ് ഒരു നയാ പൈസ സർക്കാരിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് MLA ഓഫീസ് സൗജന്യമായി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന നിലയിലാണ് അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ വാടക കൊടുക്കുന്ന സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് MLA ഓഫീസ് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. പയ്യന്നൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരമായും ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകി അതിന് മുൻഗണന നിശ്ചയിച്ച് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതിൻ്റെ നടപടികളും വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കും. Ahí está.